നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് തുടരും എന്ന ചിത്രത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 251 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടരും സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. ഓപ്പറേഷൻ ജാവ എന്ന വ്യത്യസ്തമായ ചിത്രം സംവിധാനം ചെയ്ത് മലയാള സിനിമാ ലോകത്ത് കാലുറപ്പിച്ചു നിന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫാമിലി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണിത്. മോഹൻലാൽ, ശോഭന, ബിനു പപ്പു, പ്രകാശ് വർമ്മ, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ഇർഷാദ്, അമൃതവർഷിണി, ആഷ ചന്ദിനി എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ മലയോര പ്രദേശമായ റാന്നിയിലെ പെരുന്നാട് എന്ന സ്ഥലത്ത് തൻ്റെ സ്വന്തം ബ്ലാക്ക് അംബാസിഡറുമായി ടാക്സി ഡ്രൈവറായി ജീവിക്കുന്ന ഷൺമുഖം. ബെൻസ് എന്നാണ് അയാളുടെ വിളിപ്പേര്. അയാളുടെ ഭാര്യ ലളിത, കോളേജ് വിദ്യാർത്ഥിയായ പവിയുടെ അനുജത്തി എന്നിവരാണ് അയാളുടെ കുടുംബാംഗങ്ങൾ. ലളിതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ അംബാസിഡർ കാർ അയാൾക്ക് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാണ്. അത് കയ്യിൽ കിട്ടിയാൽ അയാൾക്ക് ഭ്രാന്താവും. എങ്കിലും അയാൾ തികച്ചും സ്നേഹമുള്ള ഒരു കുടുംബസ്ഥനാണ്. അങ്ങനെയിരിക്കെ അയാളുടെ വണ്ടിക്ക് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നുണ്ട്. വണ്ടി അയാൾ വളരെ ബുദ്ധിമുട്ടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നുണ്ട്. എങ്കിലും ആ സംഭവത്തോടെ ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിനെ അയാൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ കോർ എന്ന് പറയാം. ഈ ചിത്രത്തിൻ്റെ തുടക്കം മുതൽ എന്നെ ആകർഷിച്ചത് ചെറുതെങ്കിലും മനോഹരമായ ഷൺമുഖത്തിൻ്റെ വീടാണ്. പിന്നീട് ആ ലൊക്കേഷനും അതിനുള്ളിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ലാലേട്ടൻ്റെ പഴയകാല ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ ഷൺമുഖം ഉപയോഗിക്കുന്ന കാർ, ലളിതയുടെ ലാളിത്യമുള്ള വസ്ത്രങ്ങൾ, കാട്ടിനുള്ളിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി കാണിക്കുന്ന രൂപങ്ങൾ എല്ലാം എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ നല്ല രീതിയിലാണ് നിർവഹിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പിന്നീട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഗാനങ്ങളും പശ്ചാത്തല സംഗീതവുമാണ്. മെലഡിയും ക്ലൈമാക്സിൽ വരുന്ന പാട്ടുമൊക്കെ അതിഗംഭീരമായിരുന്നു. കാട്, ഇരുട്ട്, മഴ, അതിന് ചേരുന്ന പശ്ചാത്തല സംഗീതം ഇതെല്ലാം സിനിമയെ വിജയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കണ്ടെടുക്കാൻ തോന്നാത്ത തരത്തിലുള്ള ഛായാഗ്രഹണവും മിസ്റ്ററി സിനിമകൾക്ക് ആക്കം കൂട്ടുന്ന കാടിൻ്റെ വന്യത പകർത്തുന്നതിൽ ഷാജി കുമാറിൻ്റെ ക്യാമറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. KR സുനിലിൻ്റെ കഥയ്ക്ക് സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഒരു സാധാരണ കുടുംബ ചിത്രം പോലെ തോന്നിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് വഴിമാറി അതിനൊരു ത്രില്ലർ സ്വഭാവം വരുന്ന ആദ്യ പകുതി വളരെ താല്പര്യത്തോടെയാണ് കണ്ടിരുന്നത്. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ നൽകുന്ന ചില സൂചനകളുണ്ട്. ഇൻ്റർവെൽ എത്തിയപ്പോൾ ഈ ക്രൈം ചെയ്തവർ ആരെന്നും അതിൻ്റെ മോട്ടീവ് എന്തെന്നും ഇര ആരെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ചില രംഗങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ. തുടർന്നങ്ങോട്ട് എന്ത് എന്ന ആകാംക്ഷ കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. പക്ഷേ എങ്ങനെ എന്ന് കണ്ടിരിക്കാൻ ലാലേട്ടൻ്റെ പെർഫോമൻസ് വഴി സാധിക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ വിജയവും എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണൽ സീനുകളേക്കാൾ എനിക്ക് കണക്റ്റായത് ആക്ഷൻ സീനുകളാണ്. ഒരുപാട് പേര് ലാലേട്ടൻ്റെ ഇമോഷണൽ സീനുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും ആസ്വദിച്ചത് ക്ലൈമാക്സ് രംഗങ്ങളിലുള്ള ഫൈറ്റൊക്കെയാണ്. പിന്നെ സിനിമയിൽ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന വില്ലന്മാരുമുണ്ട്. ബിനു പപ്പൻ, പ്രകാശ് വർമ്മ, ഫർഹാൻ, മണിയൻപിള്ള എന്നിവരുടെ കൂടെ സിനിമയാണ്. അതിൽ ഏറ്റവും സ്കോർ ചെയ്ത് നിൽക്കുന്നത് പ്രകാശ് വർമ്മയും. കല ഒരു കടൽ പോലെയാണെങ്കിൽ അതിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ചിപ്പിക്കുള്ളിലെ മുത്ത് എന്നൊക്കെ കുറച്ച് സാഹിത്യ ഭംഗി കലർത്തി വേണമെങ്കിൽ നമുക്ക് പ്രകാശ് വർമ്മയെക്കുറിച്ച് പറയാം. അത്രയധികം നല്ല മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ദീർഘകാലം പരസ്യ സംവിധായകനായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ പരിചയവും അദ്ദേഹത്തിന് ഉണ്ട്. അതുപോലെ തന്നെയാണ് ബിനു പപ്പുവും. ഇരുവരും തമ്മിൽ നല്ല മത്സരവും നടക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ചില സീനുകൾ അവർ ചെയ്തിരിക്കുന്നത്. അവസാന രംഗങ്ങളിലെ ചില സീനുകളിൽ ശോഭനയും മികച്ചതാക്കിയിട്ടുണ്ട്. ആദ്യ ഭാഗത്തെ സെൽഫ് ട്രോളുകളും സിസ്റ്റത്തിനെതിരെയുള്ള തമാശ കലർന്ന പരിഹാസങ്ങളും ചിത്രത്തിന് ഉണർവ് നൽകിയിട്ടുണ്ട്. രജപുത്ര രഞ്ജിത്താണ് ഈ സിനിമ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. റിവ്യൂ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.